മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. കുടുംബം ഭാവിയുടെ പിള്ളത്തൊട്ടിൽ പരിശുദ്ധ ലിയോ 14 മാർപ്പാപ്പ. 2025 മെയ് 30 മുതൽ ജൂൺ 1 വരെ കുടുംബങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും വയോധികരുടെയും ജൂബിലി ആചരിക്കപ്പെട്ടതിന്റെ ഭാഗമായി ജൂൺ 1 വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ വെച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവർക്ക് വേണ്ടി പരിശുദ്ധ ലിയോ 14 മാർപ്പാപ്പ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും വചന സന്ദേശം നൽകുകയും ചെയ്തു. കുടുംബം ഭാവിയുടെ പിള്ളത്തൊട്ടിലും വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടുന്ന വേദിയുമാണെന്ന് മാർപ്പാപ്പ ലോകത്തോട് ആഹ്വാനം ചെയ്തു. 70,000-ഓളം വിശ്വാസികൾ ശുശ്രൂഷയിൽ സംബന്ധിച്ചു. KCBC സമ്മേളനം നടത്തപ്പെട്ടു. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ വർഷകാല സമ്മേളനം ജൂൺ 3 മുതൽ 5 വരെ കേരള കത്തോലിക്ക സഭയുടെ ആസ്ഥാന കാര്യാലയമായ പാലാരിവട്ടം POCയിൽ വെച്ച് നടത്തപ്പെട്ടു. KCBC പ്രസിഡന്റ് മോറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേരളത്തിലെ 32 രൂപതയിൽ നിന്നുള്ള മെത്രാൻമാർ പങ്കെടുത്തു. കാലം ചെയ്ത പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചും പുതുതായി ചുമതലയേറ്റ പരിശുദ്ധ ലിയോ 14 മാർപ്പാപ്പയോട് വിധേയത്വം പ്രഖ്യാപിച്ചുകൊണ്ടും സമ്മേളനത്തിന് തുടക്കം കുറിച്ചു. 4-5 തീയതികളിൽ സഭാ നവീകരണത്തെക്കുറിച്ചും ജൂബിലി വർഷം 2025 ആഘോഷത്തെക്കുറിച്ചും സഭയും സമൂഹവുമായി ബന്ധപ്പെട്ട ആനുകാലിക വിഷയങ്ങളിൽ സ്വീകരിക്കേണ്ട നിലപാടുകളെയും നടപടികളെയും സംബന്ധിച്ചും കേരള കത്തോലിക്ക മെത്രാൻ സമിതി ചർച്ച ചെയ്തു. പരിഷ്കരിച്ച POC ബൈബിൾ പ്രകാശനം ചെയ്തു. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ഔദ്യോഗിക ബൈബിൾ പരിഭാഷയായ POC ബൈബിൾ പരിഭാഷയുടെ പ്രകാശന കർമ്മം കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ മോറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ പ്രശസ്ത സാഹിത്യകാരൻ പ്രൊഫസർ MK സാനുമാഷിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. 2008 ആരംഭിച്ച ബൈബിൾ പരിഷ്കരണം 2022 പൂർത്തിയായെങ്കിലും ഔദ്യോഗികമായ പ്രകാശന കർമ്മം 2025 ജൂൺ 3 KCBCയുടെ വർഷകാല സമ്മേളനത്തോടനുബന്ധിച്ചാണ് നടത്തിയത്. ഓർമ്മ പെരുന്നാൾ ആചരിച്ചു. തിരുവല്ലാതി ഭദ്രാസനത്തിന്റെ 5ാമത്തെ മെത്രാപ്പോലിത്തയായിരുന്ന ഭാഗ്യ സ്മരണാർഹനായ ഗീവർഗീസ് മാർ തിമോത്തിയോസ് തിരുമേനിയുടെ 6ാമത് ഓർമ്മ പെരുന്നാൾ ജൂൺ 3, 4 എന്നീ തീയതികളിൽ തിരുവല്ല സെന്റ് ജോൺസ് മെത്രാപ്പൊലിത്തൻ കത്തീഡ്രലിൽ വെച്ച് നടത്തപ്പെട്ടു. ജൂൺ 3 സന്ധ്യാപ്രാർത്ഥനയും ജൂൺ 4 രാവിലെ അഭിവന്യ യുഹാനൻ മാർ ക്രിസോസ്റ്റം മെത്രാപ്പൊലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിലും അതിഭദ്രാസനത്തിലെ വൈദികരുടെ സഹകാർമ്മികത്വത്തിലും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും തുടർന്ന് കബറിങ്കൽ ധൂപപ്രാർത്ഥന നടത്തുകയും ചെയ്തു. പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ജൂൺ 5 പാലാരിവട്ടം POC കോമ്പൗണ്ടിൽ KCBC യുവജന കമ്മീഷൻ ചെയർമാനും തിരുവനന്തപുരം ലത്തീൻ അതിരൂപത സഹായ മെത്രാനുമായ അഭിവന്യ ക്രിസ്തുദാസ് പിതാവ് മരം നട്ടുകൊണ്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു. POC ഡയറക്ടർ ഫാദർ തോമസ് തറയിൽ, ഫാദർ ടോണി കോഴിമണ്ണിൽ, മറ്റു വൈദികർ, സമർപ്പിതർ, POC സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൽപ്പകം 2025 എന്ന പേരിൽ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും തെങ്ങും തൈ നട്ട് പരിപാലിക്കുക എന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 5 തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു. NSS കോർഡിനേറ്റർ ഇൻചാർജ് ഡോക്ടർ S സജിത അധ്യക്ഷയായിരുന്ന സമ്മേളനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. പട്ടം സെന്റ് മേരീസ് സ്കൂളിന്റെ രക്ഷാധികാരിയായി അഭിവന്യ കാതോലിക്ക ബാവ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് നാച്ചുറൽ ടർഫായി നവീകരിച്ച സ്കൂൾ മൈതാനത്തിന്റെയും സ്പോർട്സ് ക്ലബിന്റെയും ഉദ്ഘാടനവും നടത്തപ്പെട്ടു. ക്രമീകരണങ്ങൾക്ക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ നെൽസൺ വലിയ വീട്ടിലും മറ്റ് സ്റ്റാഫ് അംഗങ്ങളും നേതൃത്വം നൽകി. മാവേലിക്കര ഭദ്രാസനത്തിന്റെ സാമൂഹിക ക്ഷേമ വിഭാഗമായ ചേതനയുടെയും മാവേലിക്കര കാർഷിക ജില്ലയുടെയും ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാഘോഷം ജൂൺ 6 ചാരുമൂട് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. മാവേലിക്കര കാർഷിക ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ രാജു MG അധ്യക്ഷനായ പ്രോഗ്രാമിൽ കറ്റാനം വൈദിക ജില്ലാ MCA ഡയറക്ടർ ഫാദർ സിൽവസ്റ്റർ തെക്കേടത്ത് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് 550ഓളം കർഷകർക്ക് വൃക്ഷത്തൈകൾ, വളം എന്നിവ വിതരണം ചെയ്തു. മലങ്കര മേജർ സെമിനാരിയിൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചു. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് മലങ്കര മേജർ സെമിനാരിയിലെ 2025-26 വർഷത്തെ അധ്യയന വർഷത്തിന് ജൂൺ 4 തുടക്കമായി. പൂനെ കട്കി സെന്റ് എഫ്രൈം ഭദ്രാസനാധ്യക്ഷൻ അഭിവന്യ മാത്യൂസ് മാർ പക്കോമിയൂസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിലും സെമിനാരിയിലെ പ്രൊഫസർമാരായ വൈദികരുടെ സഹകാർമ്മികത്വത്തിലും വിശുദ്ധ കുർബാന അർപ്പിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ മേജർ സെമിനാരി റെക്ടർ ഫാദർ ഡോക്ടർ ജിജി ഫിലിപ്പ് ചരൂപുരയിടത്തിൽ സ്വാഗതം ആശംസിക്കുകയും
അഭിമന്യ മാത്യൂസ് മാർ പക്കോമീസ് മെത്രാപ്പൊലീത്ത അധ്യയന വർഷം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഉദ്ഘാടന പ്രസംഗത്തിൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ആവശ്യകതയെപ്പറ്റിയും പുനരൈക്യത്തിന്റെ ശതാബ്ദിയുടെ പശ്ചാത്തലത്തിൽ ആധികാരികമായി മലങ്കര ദൈവശാസ്ത്രം രൂപപ്പെടേണ്ട ആവശ്യകതയെപ്പറ്റിയും ഭാവി വൈദികരുടെ പരിശീലനത്തിൽ ആഴത്തിലുള്ള മിഷണറി അവബോധം രൂപപ്പെടുത്തിയെടുക്കേണ്ട ആവശ്യകതയെപ്പറ്റിയും അഭിമന്യ പിതാവ് പങ്കുവച്ചു. തുടർന്ന് ഫാദർ ഫിലിപ്പ് കണ്ണൻകുളത്ത് പോപ്പ് ഫ്രാൻസിസ് മിഷണറി എക്ലേഷ്യോളജി എന്ന വിഷയത്തിന്റെ പ്രബന്ധം അവതരിപ്പിച്ചു. തദവസരത്തിൽ മേജർ സെമിനാരിയുടെ പുതിയ ഹാൻഡ് ബുക്കും അക്കാഡമിക് കലണ്ടറും സെമിനാരി മാഗസിൻ നുഹ്റോയും പ്രകാശനം ചെയ്തു. ഡീൻ ഓഫ് സ്റ്റഡീസ് ഫാദർ ഡോക്ടർ ജോളി കരിമ്പിൽ നന്ദി പ്രകാശിപ്പിച്ചു. ക്രമീകരണങ്ങൾക്ക് ഫാദർ ഡോക്ടർ സിജി തടത്തിലും മറ്റ് സ്റ്റാഫ് അംഗങ്ങളും നേതൃത്വം നൽകി. കൂദാശ ചെയ്തു. ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് തിരുമേനിയുടെ മെത്രാഭിഷേകത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് തിരുവനന്തപുരം മേജർ ഭദ്രാസനത്തിലെ പട്ടം സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പാർക്കിയൽ കത്തീഡ്രലിൽ സ്ഥിതി ചെയ്യുന്ന നവീകരിച്ച കബർ ചാപ്പലിന്റെ കൂദാശ മെയ് 30-ന് മോർ ബെസേലിയോസ് കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാവ നിർവഹിച്ചു. തിരുവനന്തപുരം മേജർ ഭദ്രാസനത്തിലെ കാരമൂട് സെന്റ് ജോൺസ് കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിന്റെ 2ാം ഘട്ട വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാക്കിയ ആശുപത്രി സമുച്ചയത്തിന്റെ കൂദാശ ജൂൺ 2-ന് മോർ ബെസേലിയോസ് കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാവ നിർവഹിച്ചു. കാതോലിക്ക ബാവയുടെ ചാരിറ്റി പ്രോജക്ടിന്റെ ഭാഗമായും മറ്റ് സഹായത്താലും പൂർത്തിയാക്കിയ ആശുപത്രി സമുച്ചയമാണ് ശുശ്രൂഷയ്ക്കായി നാടിന് സമർപ്പിച്ചത്. 2023-ൽ തുടങ്ങിയ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം വിപുലീകരിച്ച പുതിയ IP ബ്ലോക്കിന്റെ നിർമ്മാണത്തോടുകൂടി പൊതുസമൂഹത്തിന് സമർപ്പിച്ചു. വൈദിക സമ്മേളനം നടത്തപ്പെട്ടു. ബത്തേരി ഭദ്രാസന വൈദിക സമ്മേളനം മെയ് 27, 28 തീയതികളിലായി ബത്തേരി ധർമ്മപീഠം ബിഷപ്സ് ഹൗസിൽ വെച്ച് നടത്തപ്പെട്ടു. ബത്തേരി ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുഖ്യ വികാരി ജനറൽ ഫാദർ സെബാസ്റ്റ്യൻ കീപ്പളിൽ കോറെപ്പിസ്കോപ്പ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുകയും വികാരി ജനറൽ ഫാദർ ഡോക്ടർ ജേക്കബ് ഒലിക്കൽ നന്ദി അറിയിക്കുകയും ചെയ്തു. സെക്ഷുവൽ മിസ്കണ്ടക്ട് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ് എന്ന വിഷയത്തിൽ ഫാദർ ജെൻസൺ SDB ക്ലാസ് നയിച്ചു. പദയാത്ര ആലോചന മീറ്റിംഗ് നടത്തപ്പെട്ടു. ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് തിരുമേനിയുടെ 72ാം ഓർമ്മ തിരുനാളോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന 45ാം തീർത്ഥാടന പദയാത്രയുടെ ആലോചന മീറ്റിംഗ് ജൂൺ 4-ന് തിരുവനന്തപുരം പട്ടം മേജർ ആർച്ച് ബിഷപ്സ് ഹൗസിൽ വെച്ച് നടത്തപ്പെട്ടു. മോർ ബെസേലിയോസ് കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാവ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് നടന്ന ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കുകയും ചെയ്തു. മീറ്റിംഗിൽ തിരുവനന്തപുരം മേജർ ഭദ്രാസനത്തിലെയും പത്തനംതിട്ട ഭദ്രാസനത്തിലെയും വൈദികരും ഭാരവാഹികളും സഭാതല യുവജന നേതാക്കന്മാരും പങ്കെടുത്തു. റാങ്ക് കരസ്ഥമാക്കി. കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന BBA ലോജിസ്റ്റിക്സ്, BCom ടാക്സ്, BCA എന്നീ കോഴ്സുകളിൽ ഉയർന്ന റാങ്കുകൾ കരസ്ഥമാക്കി പത്തനംതിട്ട ഭദ്രാസനത്തിലെ പറന്തൽ മാർ ക്രിസോസ്റ്റം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ വിദ്യാർത്ഥികൾ. BBA ലോജിസ്റ്റിക്സിൽ റോസിൻ മാത്യു 1ാം റാങ്കും BCom ടാക്സിൽ സ്റ്റെഫിൻ V സജി, സീതാലക്ഷ്മി M, അക്സ ആൻഡ് തോമസ് എന്നിവർ 2, 3, 4 റാങ്കുകളും BCAക്ക് നിതിൻ P ലീൻ, സഞ്ജന മറിയം സുനിൽ എന്നിവർ 9, 16 എന്നീ റാങ്കുകളും കരസ്ഥമാക്കി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.